Welcome back to my channel. First of all, advance happy Christmas and happy New Year to all of you. സ്മോൾ ബ്രേക്കിന് ശേഷമുള്ള വീഡിയോ ആണിത്. വീഡിയോ എന്തേ ചെയ്യാതെ എന്ന് ചോദിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനുമുള്ള വീഡിയോ ഡെഡിക്കേഷനാണ് ഇത്. നോർമലി ചെയ്യുന്ന വീഡിയോയിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഇന്നത്തേത്. ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ മൂഡ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായി ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന ആഗ്രഹമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിൽ. തംബ്ലൈൻ കണ്ടതുപോലെ കണ്ണൂർ ടു കാലിക്കറ്റ് ട്രാവൽ വ്ലോഗാണ്. അതോടൊപ്പം സ്മോൾ പർച്ചേസിങ് അറ്റ് നെസ്റ്റോ ഇൻ കാലിക്കറ്റ്. പിന്നെ അവിടുത്തെ ന്യൂ ഇയർ ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ട്രാവൽ വ്ലോഗിന് ചെറിയ പ്രത്യേകത ഉണ്ട്. നമ്മൾ പാസ് ചെയ്തു പോകുന്ന ടൗണിൻ്റെ സ്മോൾ ബ്രീഫ് നോട്ട് പറഞ്ഞായിരിക്കും കടന്നു പോകുന്നത്. കംപ്ലീറ്റ് ടൗൺ കവർ ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്ത സ്ഥലത്തെ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോകാം. സോ നമുക്ക് ട്രാവൽ വ്ലോഗിലേക്ക് കിടക്കാം. നമ്മൾ യാത്ര തുടങ്ങുന്നത് കണ്ണൂരിലുള്ള മലബാർ ഡെവലപ്പേഴ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. കണ്ണൂരിൽ അവർക്ക് 2 അപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. അതിലൊന്നാണ് ഇത്. കാലിക്കറ്റിൽ 4ൽ കൂടുതൽ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊന്ന് അവിടെ എത്തിയാൽ കാണിച്ചു തരാം. നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവരുടെ ക്ലയൻറ്റ്സ് നല്ലൊരു ഇമ്പോർട്ടൻസ് തന്നെ അവിടെ നിൽക്കുന്നിടത്തോളം കാലം മലബാർ ഡെവലപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ വടക്കേ അറ്റത്ത് നിന്നും നമ്മൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. യാത്രയുടെ തുടക്കം തന്നെ കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശമായ അരക്കൽ മ്യൂസിയത്തിൻ്റെ രാജവേദിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ പിന്നിലായി നിങ്ങളൊരു മസ്ജിദ് കണ്ടിട്ടുണ്ടാവും. അതാണ് മൊഹീദ്ദീൻ മസ്ജിദ്. ചരിത്രത്തിൻ്റെ മീനാരമാണത്. ഇതാണ് മൊയ്തു പാലം, കണ്ണൂരിനെയും തലശ്ശേരിനെയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ്. എങ്ങനെയാണ് മൊയ്തു പാലം എന്ന പേര് ഈ പാലത്തിന് വന്നതെന്ന് നോക്കാം. 1931 ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ ബ്രിഡ്ജ് പണികഴിപ്പിച്ചത്. ഈ ബ്രിഡ്ജിന്റെ പിന്നിലുള്ള കൈകൾ ആ കാലത്ത് മൊയ്തു സാഹിബ് എന്ന വ്യക്തിയുടേതായിരുന്നു. പഴയ ബ്രിഡ്ജിന്റെ പിക്സാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് റീകൺസ്ട്രക്ഷൻ ചെയ്ത പുതിയ മൊയ്തു പാലമാണ്. നമ്മളിപ്പോൾ ധർമ്മടം പാലത്തിനടുത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രകളും കടൽപ്പാലങ്ങൾ കടന്നുള്ള മനോഹരമായ യാത്രകളാണ്. കേരളത്തിന്റെ പാരീസ് എന്നറിയപ്പെടുന്ന തലശ്ശേരിയിലേക്ക് കടക്കുകയാണ്. ലാൻഡ് ഓഫ് 3 സീസ് എന്നും തലശ്ശേരി അറിയപ്പെടുന്നു. കാരണം കേരളത്തിന്റെ ആദ്യമായി ക്രിക്കറ്റ്, സർക്കസ് എന്നിവയുടെ ഉത്ഭവസ്ഥാനം ദം ബിരിയാണിയുടെ സ്വന്തം നാടായ തലശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ തലശ്ശേരിക്കാർക്ക് അഭിമാനിക്കാൻ തലശ്ശേരിയുടെ ദം ബിരിയാണി മാത്രമല്ല, ഒട്ടനവധി മറ്റുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരിയിലാണ് ആദ്യമായി വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പത്രം അച്ചടിച്ചത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് തലശ്ശേരിക്ക് പറയാൻ. ഇത്രയും ഡീറ്റെയിൽഡായി പറയുന്നത് എൻ്റെ സ്വന്തം നാടായത് കൊണ്ടാണ് കേട്ടോ. ഇനി കടന്നു പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ചെറിയ സൂചന മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ദൂരെ കാണുന്ന ആ മീനാരം മട്ടാമ്പറം പള്ളിയുടേതാണ്. വളരെയധികം ചരിത്രപ്രധാനം കുടികൊള്ളുന്ന പള്ളികളിലൊന്നാണത്. റൈറ്റിൽ കാണുന്നതാണ് സൈതാറ് പള്ളി. ഞാൻ +2 ചെയ്ത സ്കൂളാണ് ലെഫ്റ്റിൽ കാണുന്നത്. മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ. വളരെ ഫേമസ് ആണ് ആ സ്കൂൾ തലശ്ശേരി. വേറൊന്നും കൊണ്ടല്ല, കുറേ മുൻചിത്തി പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. കേരളത്തിലെ ഫ്രഞ്ച് അധീനതയിലുള്ള പ്രദേശമാണ് ഇനി വരാൻ പോകുന്ന മാഹി. കേരളത്തിൻ്റെ പോണ്ടിച്ചേരി എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് ലെഫ്റ്റിലും റൈറ്റിലുമായി നമ്മൾ കാണുന്നത്.
ആ കാണുന്നതാണ് മാഹിപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തെരേസസ് ചർച്ച്. 1723 സ്ഥാപിതമായത്. നമ്മുടെ ഈ യാത്രയിലൂടെ വളരെ മനോഹരമായ ഒരു കാഴ്ചയും കൂടി കാണാൻ പറ്റി, നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റി. ഉണ്ണിയാർച്ച, ആരോമൽ ചെകവർ, തച്ചുളി ഓതനേൻ, വടക്കുംപാട്ട് എന്നിവയിൽ പ്രസിദ്ധമായ വടകര നാടിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയുടെ സ്വന്തം നാടായ പയ്യോളിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. പക്ഷേ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഉള്ളത് ഈ കാണുന്ന കൊയിലാണ്ടിയിലാണ്. അങ്ങനെ കേരളത്തിൻ്റെ ശില്പനഗരം അല്ലെങ്കിൽ പഴയ നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് ഫ്രീ ഡിസ്ട്രിക്റ്റ്, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മ്യൂസിയം, ഇന്ത്യയിലെ ഫസ്റ്റ് വിമൻ പോലീസ് സ്റ്റേഷൻ എല്ലാം കോഴിക്കോടിന് മാത്രം അഭിമാനിക്കാൻ അവകാശപ്പെട്ടതാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന SK പൊറ്റക്കാട്. നിരവധി സാഹിത്യകാരന്മാരുടെ ജന്മഭൂമിയാണ് കോഴിക്കോട്. ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി വന്ന ജില്ല കോഴിക്കോടാണ്. പറഞ്ഞാൽ തീരാത്ത വിശേഷണങ്ങളുള്ള അലുവയുടെയും കായ്വർത്തയുടെയും നാടായ കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ ഒരു മൺപാത്ര കാഴ്ച വളരെ മനോഹരമുള്ളതായിരുന്നു. ചെറിയ സ്നാക്സ് കഴിച്ചിട്ടാവും അടുത്ത യാത്ര എന്ന് കരുതി ബീച്ച് റോഡിലുള്ള കഫേയിലേക്ക് കയറി. പുറത്ത് കാര്യമായിട്ട് വലിയ അട്രാക്ഷനും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും വളരെ മനോഹരമായിരുന്നു ഉള്ളിലെ ഒളിച്ചു വെച്ചിരുന്നൊരു കാഴ്ച. ആ ഒരു കാഴ്ച കാണുവാനായി നിങ്ങളെയും നമ്മൾ കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ചയുടെ മനോഹാരിതയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അടിപൊളി സീ വ്യൂ ആണ്. സിംഗിളായി വന്നാലും ഫാമിലിയായി വന്നാലും വളരെ നന്നായി എൻജോയ് ചെയ്ത് ലൈറ്റ് സ്നാക്സും കഴിച്ച് പോകാൻ പറ്റും. വരാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. സ്നാക്സിനേക്കാൾ ഒരു പിടി മുന്നിൽ നിന്നിരുന്നത് അവിടുത്തെ ആംബിയൻസ് ആയിരുന്നു. അടുത്തതായി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ കാലിക്കറ്റിലുള്ള മലബാർ ഡെവലപ്പേഴ്സിന്റെ ഒരു അപ്പാർട്ട്മെന്റാണ് കാണുന്നത്. സിസ്റ്ററിൻ ലോയെ അവിടെ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. ആ അപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൂടുതൽ കാണണം എന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ചെയ്യുക. നമ്മളെ ടാർജറ്റായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ഇൻ ഇന്ത്യ അറ്റ് ഹൈലൈറ്റ് മോളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈലൈറ്റ് മോളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അടുത്തതായി നമുക്ക് ഇന്ത്യയിലെ ഫസ്റ്റ് ബ്രാഞ്ചായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കടക്കാം.
അവിടേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മളൊന്ന് സ്റ്റക്കാവും. ഗൾഫ് കൺട്രിയിലാണോ നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. GCCയിലുള്ളവർക്കെല്ലാം ആയിരിക്കും നെസ്റ്റോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സും മറ്റു കാര്യങ്ങളും. UAയിലൊക്കെയുള്ള അവരുടെ ഓഫേഴ്സ് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഇവിടെയും ക്രിസ്മസ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 55,000 സ്ക്വയർ ഫീറ്റ് ഉള്ള നെസ്റ്റോയുടെ വളരെ കുറഞ്ഞൊരു പോർഷൻ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ സ്കിൽമാസ് കാണിച്ചിരുന്നത്. ഇവിടെ ലഭിക്കാത്തതായി ഒന്നും തന്നെയില്ല. ക്രിസ്മസ് ട്രീയും അതുമായി റിലേറ്റഡ് ആയ ലേറ്റസ്റ്റ് ഡെക്കറേറ്റീവ് ഐറ്റംസും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഫ്രഷ് ബേക്കറി ആൻഡ് വളരെ സ്മോൾ പോർഷൻ ഫുഡ് ഏരിയ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. 1/4 ഭാഗം മാത്രമെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നത് കുക്കീസ് ആൻഡ് ഡോണറ്റ് ആണ്. റഷ്യൻ സാലഡ്, മയോണീസ്, ട്യൂണ സാലഡ്, ഗാർലിക് പേസ്റ്റ്, ആമോസ് എന്നിവയുടെ ഒരു ലോകം തന്നെ നെസ്റ്റോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി രസഗുള, ഗുലാം ജാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് ആണ്. ഇവരുടെ ഒരു അറേഞ്ച്മെൻറ്റ് കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവാണ്, പറയാതിരിക്കാൻ വയ്യ. സാധനങ്ങൾ അറിയാതെ പിക്ക് ചെയ്തു. വെറൈറ്റി സാലഡാണ് കാണുന്നത്. ടേസ്റ്റ് നോക്കി നമുക്ക് വാങ്ങിക്കാം. ലൈവ് കുബൂസ് പ്രിപ്പറേഷൻ ആണ് കാണുന്നത്. ചൂടുള്ള ഫ്രഷ് കുബൂസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അവൈലബിൾ ആണ്. ഫ്രഷ് കുബൂസ് പാക്സ് ആണ് ഇവിടെ കാണുന്നത്. ചൂടോടെ വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളും നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുണ്ട്. കിടിലൻ ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ട്. കപ്പ മുതൽ തലശ്ശേരി ദം ബിരിയാണി വരെ ഈ ഫുഡ് കോർട്ടിൽ അവൈലബിൾ ആണ്. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അതൊന്നും റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളെ ലഞ്ച് ഇവിടെ വെച്ചായിരുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ലൈവായി ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗൾഫ് കൺട്രീസിൽ കാണുന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് നെസ്റ്റോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് പോകാത്ത സാധാരണക്കാരായ എല്ലാവരും ഈ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ആസ്വദിക്കണം. വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ട്രാവൽ ചെയ്യുമ്പോൾ പറഞ്ഞ ബ്രീഫ് നോട്ട് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. നമ്മളെ നാടിനെക്കുറിച്ചുള്ള വളരെ ചെറിയ അറിവ് മറ്റുള്ള നാട്ടുകാർക്ക് ലഭിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്മസ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.